ശാലോം ടി വിയുടെ എല്ലാ പ്രേക്ഷകർക്കും മഞ്ഞുതുള്ളികൾ എന്ന ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം ബഹുമാനപ്പെട്ട മത്തായി അച്ഛൻ ഉണ്ട്. അച്ഛാ, ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. അച്ഛാ, ഇന്ന് പെസഹ വ്യാഴാഴ്ചയാണ്. അതിന് പറ്റിയൊരു ഗാനമാണ് ഇന്ന് അവതരിപ്പിക്കാനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ദേവേശ യേശുവര എന്ന് തുടങ്ങുന്ന ഗാനം. നാഥൻ്റെ ഓശാന പെരുന്നാളിന് ശേഷമുള്ള നാഥൻ്റെ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും ഒക്കെ വിവരിക്കുന്ന മനോഹരമായൊരു ഗാനം. ഈ ഗാനത്തിലൂടെ ഒന്ന് സഞ്ചരിച്ചാൽ എങ്ങനെയായിരിക്കും അച്ഛൻ്റെ ഒരു അഭിപ്രായം? ദേവേശ യേശുവര ജീവൻ എനിക്കായി വെടിഞ്ഞു. ഈ പാട്ട് യേശുവിൻ്റെ പീഡാസഹനവുമായി ബന്ധപ്പെട്ട് പി വി ജോസഫ് എന്ന് പറയുന്ന ഒരു കർത്തൃദാസൻ എഴുതിയ ഒരു പാട്ടാണ്. പി വി ജോസഫ് വേങ്ങൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ജനിച്ചു വളർത്തപ്പെട്ടയാൾ. പെരുമ്പാവൂരിൽ നിന്ന് പെരുമ്പാവൂരിനപ്പുറം കുറുപ്പുംപടിക്ക് അടുത്തുള്ള ഒരു സ്ഥലമാണ് വേങ്ങൂർ. സുറിയാനി ക്രിസ്ത്യാനികൾ ഏറെ ഉണ്ടായിരുന്ന ഒരു പ്രദേശമാണ് ആ മേഖലയെല്ലാം തന്നെ. അവിടെ ആരാധനയിൽ ആളുകൾ പോകുമായിരുന്നുവെങ്കിലും അന്നത്തെ രീതിയിൽ അനാചാരങ്ങളും സാമൂഹ്യമായ ദോഷങ്ങളും ഒക്കെ തന്നെ ധാരാളമായിട്ട് നിലനിന്നിരുന്നു. അങ്ങനൊരു കാലഘട്ടത്തിലാണ് അദ്ദേഹം ദൈവവചനത്തിന് അനുസൃതമായി ജീവിതം നയിക്കണം എന്നുള്ള ആഗ്രഹത്തിൽ കർത്താവിനെ പിന്തുടരാനായി തീരുമാനിച്ചു. പക്ഷേ അങ്ങനെയുള്ള നവീകരണ ചിന്തകളോടുകൂടെ ജീവിതം തുടങ്ങിവെച്ച ഒരു മനുഷ്യന് അനുഭവിക്കേണ്ടി വന്നത് സ്വന്തം ജനങ്ങളിൽ നിന്നുള്ള എതിർപ്പാണ്. അത്രയധികം പ്രയാസകരമായ അനുഭവങ്ങളിൽ കൂടെ കടന്നുപോയി. സാമൂഹ്യമായ ഒറ്റപ്പെടൽ, മറ്റുള്ളവരുടെ സഹായം ലഭിക്കാതെ വരിക, എതിർപ്പുകൾ, പീഡനം, ഒറ്റപ്പെടുത്തൽ, ഇതെല്ലാം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ യേശുവിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ട നാൾ മുതൽ അനുഭവിക്കേണ്ടി വന്ന സങ്കടങ്ങളാണ്. അത് അദ്ദേഹത്തെ വളരെയധികം വേദനപ്പെടുത്തിയപ്പോൾ കർത്തൃഭക്തനായ പി വി ജോസഫിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വേദപുസ്തകത്തിൽ ആശ്വാസം കണ്ടെത്തിയത്. അപ്പോൾ കർത്താവിനെക്കുറിച്ച് പറയുന്നുണ്ട്, അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തക്കാരോ അവനെ കൈക്കൊണ്ടില്ല എന്ന്. പി വി ജോസഫ് വിചാരിച്ചു, അതുതന്നെയാണല്ലോ എൻ്റെയും അനുഭവം. കർത്താവ് കടന്നുപോയ ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തോട് ചേർന്ന് വരുന്നത് കൊണ്ട് ഇത് ആശ്വാസപ്രദമാണ്. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തിൻ്റെ നൊമ്പരങ്ങൾ, അവൻ അനുഭവിച്ച കഷ്ടപ്പാടുകൾ, മനുഷ്യജാതിക്ക് വേണ്ടി നിർദോഷിയായ ഒരാൾ ക്രൂശിക്കപ്പെടുന്ന ആ ഒരവസ്ഥ വരെ അദ്ദേഹം എത്തിച്ചേരാൻ ഇടയായതിൻ്റെ കാരണമെന്താ പരിശോധിച്ച് നോക്കിയപ്പോൾ നിർദോഷിയാണ്, തിന്മ ചെയ്യാത്തവനാണ്, നന്മ മാത്രം ചെയ്തവനാണ്. പക്ഷേ സ്വന്തക്കാരിൽ നിന്ന് അനുഭവിച്ച പീഡനങ്ങൾ അത്രയധികമാണ്. ധ്യാനിക്കാൻ തുടങ്ങി അദ്ദേഹം. യേശുവിൻ്റെ പീഡാനുഭവത്തെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ അത് ഓശാന ഞായറാഴ്ച മുതൽ ഗെത്സമനയിൽ കൂടെ, പീലാത്തോസിൻ്റെ കൊട്ടാരത്തിൽ കൂടെ, മഹാപുരോഹിതൻ്റെ അരമനയിൽ കൂടെ, അത് കഴിഞ്ഞ് കുരിശും വഹിച്ചുകൊണ്ട് പിന്നെയുള്ള ഒരു യാത്ര കാൽവറിയുടെ നെറുക വരെ, ഇതെല്ലാം ധ്യാനിക്കുമ്പോൾ ജീവിതത്തിൽ ആശ്വാസം കണ്ടെത്താനായിട്ട് അത് പര്യാപ്തമായിരുന്നു. അങ്ങനെ യേശുവിൻ്റെ ജീവിതത്തോട് ബന്ധപ്പെട്ട പീഡാനുഭവത്തിൻ്റെ അനുഭവങ്ങൾ മാത്രം അത് മനസ്സിൽ കണ്ടുകൊണ്ട് എഴുതിയ മനോഹരമായ, അതേസമയത്ത് തന്നെ അല്പം സുദീർഘമായ ഒരു പാട്ടാണ് ഈ ദേവേശ യേശുവര. പ്രേക്ഷകരോടും പറയാനുള്ളത്, നമ്മുടെ ജീവിതത്തിലും കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും ഒക്കെ വരുമ്പോൾ ഇവയെല്ലാം ക്രിസ്തുവിനോട് ചേർത്ത്, ക്രിസ്തു അനുഭവിച്ച ആ കഷ്ടപ്പാടുകൾ ഓർക്കുമ്പോൾ നമ്മുടെ കഷ്ടപ്പാടുകളും ദുഃഖങ്ങളും ഒന്നുമല്ല. അതുകൊണ്ട് നമ്മുടെ ജീവിതവും നമുക്ക് ക്രിസ്തുവിൻ്റെ ഈ കഷ്ടപ്പാടുകളോട് ചേർത്ത് നമുക്ക് വയ്ക്കാം. നമുക്ക് ഈ ഗാനം ഒന്ന് കേൾക്കാം. ഈ ഗാനം നമുക്ക് വേണ്ടി അവതരിപ്പിക്കുന്നത് ജെയ്സൺ, മനീഷ എന്നിവരാണ്. നമുക്ക് ഈ ഗാനം ശ്രദ്ധയോടെ കേട്ട് ദൈവത്തിന് നന്ദി പറയാം. देवेशा ईशुपरा
ജീവൻ കൊടുപ്പാനായി നീ മരിച്ചു. ഗതശമന പൂവനത്തിൽ അധിക ഭാരം വഹിച്ചതിനാ ഗതശമന പൂവനത്തിൽ അധിക ഭാരം വഹിച്ചതിനാൽ അതിവ്യഥയിൽ താതനിഷ്ടം നടപ്പാനായി അനുസരിച്ചു. താതനിഷ്ടം നടപ്പാനായി അനുസരിച്ചു. അന്നാസിൻ അരമനയിൽ മന്നവാ നീ വിധിക്കപ്പെട്ടു. അന്നാസിൻ അരമനയിൽ മന്നവാ നീ വിധിക്കപ്പെട്ടു. കരങ്ങൾ കൊണ്ടു മന്ന നിന്നെ അടിച്ചവർ പരിഹസിച്ചു. മന്ന നിന്നെ അടിച്ചവർ പരിഹസിച്ചു. പീലാത്തോസിന്നവനും വിലമതിച്ചു കുരിശേൽപ്പിച്ചു. പീലാത്തോസ് എന്നവനും വിലമതിച്ചു കുരിശേൽപ്പിച്ചു. തലയിൽ ഉള്ള മുടിയും വച്ചു പലർ പല പാടുകൾ ചെയ്തു നിന്നെ. പല പല പാടുകൾ ചെയ്തു നിന്നെ. ബലഹീനൻ ആയ നിന്മേൽ വലിയ കുലമരം ചുമത്തി. ബലഹീനനായ നിന്മേൽ വലിയ കുലമരം ചുമത്തി. തലയോടിടം മലമുകളിൽ അലിവില്ലാതയ്യോ ദൂതർ നടത്തി നിന്നെ. അലിവില്ലാതയ്യോ യൂതർ നടത്തി നിന്നെ. തിരുക്കരങ്ങൾ ആണിക്കൊണ്ടു മരത്തോടു ചേർത്തടിച്ചു. തിരുക്കരങ്ങൾ ആണിക്കൊണ്ടു മരത്തോടു ചേർത്തടിച്ചു. ഇരുവശത്തും കുരിശുകളിൽ ഇരു കള്ളർ നടുവിൽ
പരാ ഇരു കള്ളർ നടുവിൽ നീ മരിച്ചോ പരാ നിൻ മരണം കൊണ്ടെൻ്റെ വന്നരകം നീയകറ്റി. നിൻ മരണം കൊണ്ടെൻ്റെ വന്നരകം നീയകറ്റി. നിൻ മഹത്വം തേടി നീ എൻ കാലം കഴിപ്പാൻ കൃപ ചെയ്യണമേ. എൻ കാലം കഴിപ്പാൻ കൃപ ചെയ്യണമേ. ദേവേശ യേശുപരാ ജീവനെ നീക്കായി വെടിഞ്ഞു. ജീവനറ്റ പാപികൾക്കു നിത്യജീവൻ കൊടുപ്പാനായി നീ മരിച്ചോ. നിത്യജീവൻ കൊടുപ്പാനായി നീ മരിച്ചു. അച്ഛാ, അതുപോലെ മഹൽ സ്നേഹം എന്ന് തുടങ്ങുന്ന മനോഹരമായ ഒരു ഗാനമുണ്ട്. എനിക്ക് തോന്നുന്നു എം ഇ ചെറിയാൻ എഴുതിയ ഗാനമാണെന്ന് തോന്നുന്നു. ആ ഗാനത്തിലൂടെ നമുക്കൊന്ന് പോയാൽ എങ്ങനെയായിരിക്കും അച്ഛാ? എം ഇ ചെറിയാൻ കുറിയന്നൂർ സ്വദേശി, അധ്യാപകൻ, അതെ, കുമ്പനാട് നോയൽ മെമ്മോറിയൽ സ്കൂളിൽ ജോലിയുണ്ടായിരുന്നയാൾ. സുരക്ഷിതമായ ജോലി വിട്ട് കർത്താവിൻ്റെ സാക്ഷിയായി മധുര എന്ന് പറയുന്ന ആ പ്രദേശത്തെ ഗ്രാമങ്ങളിൽ സുവിശേഷ വേലയ്ക്ക് വേണ്ടി പോയ ആളാണ്. ദൈവസ്നേഹം മനസ്സിലാവാത്ത ഒരാളിന് ഈ ഒരു അധ്യാപന ജോലി വിട്ട് സുവിശേഷ വേലയ്ക്ക് വേണ്ടി പോവുക എന്ന് പറയുന്നത് മനസ്സിലാക്കാൻ കഴിയില്ല. പിന്നോക്ക ഗ്രാമങ്ങൾ, നഷ്ടങ്ങൾ, പ്രയാസങ്ങൾ, പട്ടിണി, എതിർപ്പുകൾ, ഇവയുടെ എല്ലാം മധ്യത്തിൽ യേശുവിന് വേണ്ടി സാക്ഷ്യം വഹിച്ച ഒരു മനുഷ്യൻ. അത് ചെയ്തത് മുഴുവൻ ദൈവസ്നേഹത്തിൽ അധിഷ്ഠിതമായ ജീവിത സമർപ്പണം കൊണ്ടാണ്. അപ്പോൾ കർത്താവിൻ്റെ സ്നേഹത്തെക്കുറിച്ച്, ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് ഇത്ര മനോഹരമായി അദ്ദേഹം എഴുതണമെന്ന് വരികിൽ അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ അത്രയധികമായിരുന്നു. ദൈവം സ്നേഹിക്കുന്നു, ദൈവം കരുതുന്നു എന്ന് തോന്നുന്ന ആ അനുഭവമാണ്, ആ അനുഭവങ്ങളുടെ വളക്കൂറാണ് ഈ ഒരു മനോഹരമായ ഗാനം എഴുതാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത്. ദൈവസ്നേഹത്തിൻ്റെ വിവിധ വശങ്ങൾ അത്ര ഭംഗിയായി എഴുതിയിട്ടുണ്ട്. മരണത്താൽ മറയാത്ത മഹൽ സ്നേഹപ്രഭയാൽ പിരിയ ബന്ധമാണിത് യുഗകാലം വരെയുമെന്ന് അദ്ദേഹം എഴുതണമെങ്കിൽ ഒരു ജീവിതകാലം മുഴുവൻ കൊണ്ടു നടക്കാൻ കൊള്ളാവുന്നതാണ് ദൈവസ്നേഹത്തിൽ അധിഷ്ഠിതമായ ജീവിതത്തിൻ്റെ ഭക്തി അനുഭവം. പാട്ട് തുടങ്ങുന്നത് തന്നെ മഹൽ സ്നേഹം, ദൈവസ്നേഹം, മനുഷ്യൻ്റെ സ്നേഹം, ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ കാലം ചെയ്ത മാർത്തോമാ സഭയുടെ അലക്സാണ്ടർ മാർത്തോമാ തിരുമേനി പല അവസരങ്ങളിലും ഈ പാട്ട് പാടുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അത്രയധികം ഈ പാട്ട് ആഴത്തിൽ ഓരോ മനുഷ്യൻ്റെയും മനസ്സിൽ പതിഞ്ഞിട്ടുണ്ട്. ദൈവസ്നേഹം ഈ പീഡാനുഭവ ആഴ്ചയിൽ നമുക്ക് ധ്യാനിക്കാൻ കൊള്ളാവുന്ന വിഷയമാണ്. ക്രൂശീകരണത്തെക്കുറിച്ചും ക്രൂശിലെ അനുഭവങ്ങളെക്കുറിച്ചും ധ്യാനിക്കുന്ന എല്ലായിടത്തും ദൈവസ്നേഹത്തെക്കുറിച്ച് ധ്യാനിക്കാതിരിക്കാൻ പറ്റുകയില്ല. ദൈവസ്നേഹത്തെക്കുറിച്ച് പറയുന്നിടത്തെല്ലാം ക്രൂശിൻ്റെ ത്യാഗമുണ്ട്. ഇത് കണക്റ്റഡാണ്. അപ്പോൾ ഈ പാട്ടിൽ കൂടി അത് ഈ ആഴ്ചത്തേക്ക്, ഈ ദിവസങ്ങളിലേക്ക് ഏറ്റവും ചേർന്ന പാട്ടായിട്ട് നമുക്ക് കാണാവുന്നതാണ്. നമുക്ക് ഈ ഗാനം ഒന്ന് കേൾക്കാം. ഈ ഗാനം നമുക്ക് വേണ്ടി ജെയ്സൺ ആലപിക്കുന്നു. മഹൽ സ്നേഹം പരലോക പിതാഭൂതൻ മകനെ മരിപ്പതിനായി കുരിശിൽ കൈവെടിഞ്ഞോ. മഹൽ
സ്നേഹം മഹൽ സ്നേഹം പരലോക പിതാവു തൻ മകനെ മരിപ്പതിനായി കുരിശിൽ കൈവെടിഞ്ഞു. മകനെ മരിപ്പതിനായി മകനെ മരിപ്പതിനായി മകനെ മരിപ്പതിനായി കുരിശിൽ കൈവെടിഞ്ഞു. മഹൽ സ്നേഹം മഹൽ സ്നേഹം പരലോക പിതാവു തൻ മകനെ മരിപ്പതിനായി കുരിശിൽ കൈവെടിഞ്ഞു. സ്വർഗസ്ഥലങ്ങളിലുള്ള അനുഗ്രഹം നമുക്കായി സകലവും നൽകിടുവാൻ പിതാവിന്നു ഹിതമായി. സ്വർഗസ്ഥലങ്ങളിലുള്ള അനുഗ്രഹം നമുക്കായി സകലവും നൽകിടുവാൻ പിതാവിന്നു ഹിതമായി. സകലവും നൽകിടുവാൻ സകലവും നൽകിടുവാൻ സകലവും നൽകിടുവാൻ പിതാവിന്നു ഹിതമായി. മഹൽ സ്നേഹം മഹൽ സ്നേഹം പരലോക പിതാവു തൻ മകനെ മരിപ്പതിനായി കുരിശിൽ കൈവെടിഞ്ഞു. സ്ഥാപനത്തിൻ മുൻപുളവായുരൻപാൽ തിരഞ്ഞെടുത്തവൻ നമ്മെ തിരുമുൻപിൽ വസിക്കാൻ. ഉലകസ്ഥാപനത്തിൻ മുൻപുളവായുരൻപാൽ തിരഞ്ഞെടുത്തവൻ നമ്മെ തിരുമുൻപിൽ വസിപ്പാൻ. തിരഞ്ഞെടുത്തവൻ നമ്മെ തിരഞ്ഞെടുത്തവൻ നമ്മെ തിരഞ്ഞെടുത്തവൻ നമ്മെ തിരുമുൻപിൽ വസിപ്പാൻ. മഹൽ സ്നേഹം മഹൽ സ്നേഹം പരലോക പിതാവു തൻ മകനെ മരിപ്പതിനായി കുരിശിൽ കൈവെടിഞ്ഞു. കുരിശിൽ കൈവെടിഞ്ഞു. കുരിശിൽ കൈവെടിഞ്ഞു. അച്ഛാ, മനോഹരമായ മറ്റൊരു ഗാനമുണ്ട്. സാധു കൊച്ചുഞ്ഞുപദേശിയുടെ ദുഃഖത്തിൻ്റെ പാനപാത്രം. നമ്മൾ ഈ പ്രോഗ്രാമിൽ തന്നെ ഈ പാട്ട് അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിലും ഈ പാട്ടിൻ്റെ പ്രാധാന്യവും ഈ ആഴ്ചയുടെ പ്രാധാന്യവും നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ഈ ഗാനം ഒരിക്കൽ കൂടെ നമ്മൾ അവതരിപ്പിക്കപ്പെടുക. ഈ ഗാനം എഴുതാനുണ്ടായ സാഹചര്യം, കൊച്ചുഞ്ഞുപദേശിയെക്കുറിച്ച് ഒന്ന് പറഞ്ഞ് നമുക്ക് ഈ ഗാനത്തിലേക്ക് കയറാം. മൂത്താമ്പാക്കൽ കൊച്ചുഞ്ഞുപദേശി അദ്ദേഹത്തിൻ്റെ ജീവിത അനുഭവങ്ങളിൽ ഉരുത്തിരിഞ്ഞതാണ് അദ്ദേഹത്തിൻ്റെ പാട്ടുകളെല്ലാം. അതെ.
ഒരുപക്ഷെ ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവിൻ്റെ കയ്യിൽ തന്നാൽ എന്ന പാട്ട് പാടാത്തവരില്ല, അതിൻ്റെ പശ്ചാത്തലം അറിയാത്തവരില്ല. സ്വന്തം മകൻ ബാല്യകാലത്തിൽ തന്നെ അകാലചരമം പ്രാപിച്ചപ്പോൾ അതിൻ്റെ വേദന, അതിൻ്റെ നൊമ്പരം അത്രമാത്രമായിരുന്നു അദ്ദേഹത്തിന്. അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ എങ്ങനെയാ ഒരു പ്രതിസന്ധിയുടെ മധ്യത്തിൽ ജീവിതത്തെ കാണേണ്ടത്, വിലയിരുത്തേണ്ടത്, മുന്നോട്ട് പോകേണ്ടത്, അത് അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ വലിയ നൊമ്പരമായിരുന്നു. അതാണ് വാസ്തവത്തിൽ ഈ ഗാനം എഴുതാനായിട്ടുള്ളൊരു അടിസ്ഥാന പശ്ചാത്തലം. എന്നാൽ അവിടെ കൊണ്ട് മാത്രമുള്ള ഒരു ഒറ്റ സംഭവമല്ല ഈ പാട്ട്, ഒരു ജീവിതം മുഴുവനാണ്. ജീവിതം എനിക്കൊരു ചൂളയായിരുന്നപ്പോൾ ഭൂവിന വെളിച്ചത്താൽ വെണ്മ ഞാൻ ഉളവാക്കിയെന്ന് ജി ശങ്കരക്കുറുപ്പ് എഴുതിയിട്ടുണ്ട്. അദ്ദേഹം പറയുന്ന ജീവിതം ചൂളയാകുന്നത് ആ ചൂളയുടെ പ്രകാശം മറ്റുള്ളവർക്ക് പ്രകാശമായിരിക്കുന്നത് പോലെ കൊച്ചുഞ്ഞ ഉപദേശിയുടെ ജീവിതം ഒരു ചൂളയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതം ചരിത്രം പഠിച്ചാൽ ആ ചെറിയ മനുഷ്യൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് നമ്മൾ നമസ്കരിച്ചു പോകും. എങ്ങനെ ഒരു മനുഷ്യൻ ജീവിക്കും, ഇങ്ങനെ എങ്ങനെ ഒരു മനുഷ്യൻ ജീവിതം കൊണ്ടു നടക്കും, എങ്ങനെ ഒരു മനുഷ്യൻ ജീവിതത്തിൻ്റെ ദൗത്യം നിർവഹിക്കും. മാർത്തോമാ സഭയുടെ അൽമായ സംഘടനയായ സന്നദ്ധ സുവിശേഷക സംഘം, അങ്ങനൊരു സംഘടനയുണ്ട്. അത് തുടങ്ങിയ ആ നാൾ മുതലുള്ള ആദ്യത്തെ 20 വർഷക്കാലം അതിൻ്റെ ജനറൽ സെക്രട്ടറി ആയിട്ട് അദ്ദേഹം പ്രവർത്തിച്ചിരുന്നു. ജീവിതം ദാരിദ്ര്യത്തിൻ്റെയും പരിത്യജിക്കപ്പെടലിൻ്റെയും ആളുകളുടെ സഹായം കിട്ടാത്തതിൻ്റെയും ഒക്കെ പശ്ചാത്തലത്തിലും കർത്താവിന് വേണ്ടിയുള്ള ദൗത്യം അദ്ദേഹം നിർവഹിച്ചിരുന്നു. സാമൂഹ്യമായ സേവനം അദ്ദേഹം ചെയ്തിരുന്നു. സാമൂഹ്യ തിന്മകൾക്കെതിരെ പോരാടിയിരുന്നു. അങ്ങനെ ഒരാൾ ജീവിതത്തിൽ അനുഭവിച്ച അനുഭവങ്ങളുടെ മധ്യത്തിൽ ദൈവത്തിൻ്റെ മുൻപിൽ സമർപ്പിച്ച് പറയുക, ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവിൻ്റെ കയ്യിൽ തന്നാൽ അത് ഞാൻ സന്തോഷത്തോട് വാങ്ങി അതിന് അപ്പോഴും ദൈവത്തിന് സ്തോത്രം ചെയ്യും. കൊച്ചുപദേശി ഇതിൽ പറയുന്നത് പോലെ ഈ വരികൾ, കഷ്ടനഷ്ടമേറി വന്നാൽ ഭാഗ്യവാനായി തീരുന്നു ഞാൻ, കഷ്ടമേറ്റ കർത്താവിനെ എൻ്റെ കൂട്ടാളിയായി എപ്പോഴും ഉണ്ടായിരിക്കട്ടെ എന്ന അർത്ഥത്തിൽ കൊച്ചുപദേശി എഴുതിയതുപോലെ എപ്പോഴും നമ്മുടെ കൂട്ടാളിയായി നമ്മുടെ കർത്താവ് ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ കഷ്ടങ്ങളിലും പ്രയാസങ്ങളിലുമൊക്കെ ഇവ പങ്കുവെച്ചുകൊണ്ട് ഈ ഗാനത്തിലേക്ക് കടക്കുന്നു. ഈ ഗാനം നിങ്ങൾക്ക് വേണ്ടി ജെയ്സണും മനീഷയും ചേർന്ന് ആലപിക്കും. ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവിൻ്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ. സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ. ദോഷമായിട്ടെന്നോടൊന്നും എൻ്റെ താതൻ ചെയ്കയില്ല. എന്നെ അവനടിച്ചാലും അവൻ എന്നെ സ്നേഹിക്കുന്നു. എന്നെ അവനടിച്ചാലും അവൻ എന്നെ സ്നേഹിക്കുന്നു. കഷ്ടനഷ്ടമേറി വന്നാൽ ഭാഗ്യവാനായി തീരുന്നു ഞാൻ. കഷ്ടമേറ്റ കർത്താവോടു കൂട്ടാളിയായി തീരുന്നു ഞാൻ. കഷ്ട
എനിക്കെന്തു സുഖം തേജസ്സേറും കെരൂബുകൾ കൂടാരത്തിനകത്തുണ്ട് ഷെക്കീനായുമുണ്ടവിടെ കൂടാരത്തിനകത്തുണ്ട് ഷെക്കീനായുമുണ്ടവിടെ ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവിൻ്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ. സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ. സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ. യേശുവിൻ്റെ കഷ്ടപ്പാടുകളും നൊമ്പരങ്ങളും നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഈ ദിവസങ്ങളിൽ നമ്മുടെ ജീവിതം വിശുദ്ധിയുടെയും ആത്മനിറവിൻ്റെയും ദിവസങ്ങളായി ഈ ദിവസങ്ങൾ മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഈ പ്രോഗ്രാം ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാവർക്കും നന്ദി. ദേവേശ യേശുപരാ ജീവനെ നീക്കായി വെടിഞ്ഞു. ദേവേശ യേശുപരാ ജീവനെ നീക്കായി വെടിഞ്ഞു. ജീവനറ്റ പാപികൾക്കു നിത്യജീവൻ കൊടുപ്പാനായി നീ മരിച്ചു. നിത്യജീവൻ കൊടുപ്പാനായി നീ മരിച്ചു. ഗതശമന പൂവനത്തിൽ അധിക ഭാരം വഹിച്ചതിനാൽ